Good evening. So നമ്മള് ഇന്ന് റീബാർ മോഡലിംഗ് ആയിരിക്കും നോക്കുന്നത്. റവിറ്റിന്റെ ക്ലാസ് നെക്സ്റ്റ് ഡേ കണ്ടിന്യൂ ചെയ്യും. റവിറ്റ് തന്നെയുള്ള റീബാർ മോഡലിംഗ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിയത് റവിറ്റിൽ തന്നെ അതെങ്ങനെ പ്ലഗ് ഇൻ വെച്ചിട്ട് പെട്ടെന്ന് ജനറേറ്റ് ചെയ്തെടുക്കുക എന്ന പോർഷൻ ആയിരുന്നു കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തത്. അത് തന്നെ ഒരു ആപ്ലിക്കേഷൻ വരുന്നത്. സോ വൺസ് നമ്മൾ അതിന്റെ ഫുൾ ആർക്കിടെക്ചർ അതുപോലെ തന്നെ സ്ട്രക്ചർ മോഡലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ എന്തിനു യൂട്ടിലൈസ് ചെയ്യാം, എന്തിനാണ് സ്ട്രക്ചർ എലമെന്റ്സ് മോഡൽ ചെയ്യുന്നതിന്റെ പർപ്പസ് വരുന്നത്, അതിൽ കുറെ ക്ലാഷ് ഡിറ്റക്ട് ചെയ്യാനാണ്. ഒന്ന്, നമ്മൾ ബീമും വാൾ വരുന്ന പോർഷനിൽ അത് സീലിംഗിൽ എങ്ങനെയാണ് അപ്പിയർ ചെയ്യാം, സീലിംഗിൽ കാണുന്ന ബീംസിന്റെ അപ്പിയറൻസ് എങ്ങനെയായിരിക്കും, അപ്പൊ അത് കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് പ്രിവെന്റീവ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ ആ ബീം അവോയ്ഡ് ചെയ്യാൻ പറ്റുമോ, അങ്ങനത്തെ കുറെ കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻലി അത് യൂസ് ചെയ്തത്. ഇത് കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് ആർക്കിടെക്റ്റിനെ ആയിരിക്കും, അതേസമയം സ്ട്രക്ചറൽ എഞ്ചിനീയറിനെ ഹെൽപ്പ് ചെയ്യും. അവർക്ക് ഇതിന് ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് വിഷ്വലൈസ് ചെയ്യാൻ ഹെൽപ്പ്. പിന്നെ ചില സ്ഥലത്ത് നമുക്ക് സൈറ്റിലുള്ള കോൺഫ്ലിക്ട്സ്, ഇപ്പോ റീബാർ ഇടുമ്പോഴുള്ള ഡൗട്ട്സ്, കാസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഏരിയാസ് എങ്ങനെ കാസ്റ്റ് ചെയ്യാം, അങ്ങനത്തെ പ്ലാനിങ്സ് സ്റ്റാർട്ട് ചെയ്യാനും നമുക്ക് സൈറ്റിൽ ഇംപ്ലിമെന്റ് ചെയ്യാനും ഒക്കെ റവിറ്റിൽ ഹെൽപ്പ് കിട്ടും. നമുക്ക് ഇപ്പൊ ഒരു ഡ്രെയിനേജിന്റെ കാസ്റ്റിംഗ് ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ റാമ്പിന്റെ കാസ്റ്റിംഗ് ആണെന്ന് വിചാരിക്കുക, അതിന്റെ കറക്റ്റ് കൺസ്ട്രക്ഷൻ ജോയിന്റ്സ് അല്ലെങ്കിൽ റാമ്പ് എങ്ങനെ സ്റ്റാർട്ട് ആവും, ബാർ എങ്ങനെ വരും, അങ്ങനത്തെ കുറെ കാര്യങ്ങളിൽ നമുക്ക് കുറച്ച് കോൺഫ്ലിക്റ്റ് ഫീൽ ചെയ്യുന്നതാണ്. അത് എക്സ്പീരിയൻസ്ഡ് ആയ ആൾക്കാരുടെ കാര്യത്തിലല്ല നമ്മൾ പറയുക, യൂഷ്വലി ബിഗിനേഴ്സിന്റെ കേസിലാണ് അത് വിഷ്വലൈസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരാൾക്ക് അത് വിഷ്വലൈസ് ചെയ്യാനും മനസ്സിലാക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂള്. ഇന്ന് ഞാൻ നോക്കാൻ പോകുന്നത്, അതായത് റവിറ്റില് ഏരിയ റീഎൻഫോഴ്സ്മെന്റ് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. സോ ഏരിയ റീഎൻഫോഴ്സ്മെന്റ് ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ ഇന്ന് നോക്കുക. ഏരിയ റീഎൻഫോഴ്സ്മെന്റ് പേര് പറയുന്ന പോലെ ഏരിയക്ക് ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ ഏരിയ ലാർജർ ആയിട്ട് വരുന്ന എലമെന്റ്സ്. സോ അതിനകത്ത് 2 ഡയമെൻഷൻ തേർഡ് ഡയമെൻഷനേക്കാൾ ഒരു 10 ടൈംസ് വലുതാണെങ്കിൽ അതിൽ എളുപ്പം റീഎൻഫോഴ്സ്മെന്റ് എങ്ങനെ കൊടുക്കാം എന്നൊരു ആപ്ലിക്കേഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഏരിയ റീഎൻഫോഴ്സ്മെന്റ് മെയിൻലി സ്ലാബ്സിനാണ് കൊടുക്കാറ്. ഞാനായിട്ട് കുറച്ച് ആപ്ലിക്കേഷൻസ് അതിന് സജസ്റ്റ് ചെയ്യുവാണ്. ഒന്ന്, ഫുട്ടിങ്സിന് യൂസ് ചെയ്യാം. 2, നമുക്ക് ടി ബീംസിലേക്ക് ഇതിന്റെ ആപ്ലിക്കേഷൻ എക്സ്റ്റെൻഡ് ചെയ്യാം. പിന്നെ നമുക്ക് റീറ്റെയിനിങ് വാള്, ഷിയർ വാള്, അതുപോലെ തന്നെ ഈ കോൺസെപ്റ്റ് നമുക്ക് പൈൽ ക്യാപ്പ്, ഇപ്പൊ ഏകദേശം 5 എലമെന്റ്സ് ഞാൻ പറഞ്ഞു. ഈ 5ഉം കുറച്ച് കോംപ്ലിക്കേഷൻസ് ഇൻവോൾവ് ആയിട്ടുള്ള എലമെന്റ്സ് ആണ്. സ്ലാബിന്റെ കേസ് അല്ല ഞാൻ പറയുന്നത്, സ്ലാബിൽ തന്നെ കോംപ്ലിക്കേറ്റഡ് കേസസ് ഉണ്ട്. ഇപ്പൊ സർക്കുലർ സ്ലാബ്സ് ഒക്കെ വരുന്ന കേസ്, അല്ലെങ്കിൽ നമുക്ക് ഫ്ലാറ്റ് സ്ലാബ് വരുന്ന കേസിൽ, അങ്ങനത്തെ കേസിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇത് മോഡൽ ചെയ്ത് നോക്കുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും. അവിടെ എങ്ങനെയാണ് റീബാർ കണക്ഷൻസ് കൊടുക്കേണ്ടത്, LD എങ്ങനെ കൊടുക്കണം, ബാർ ടു ബാർ കണക്ഷൻസ് എങ്ങനെ വേണം എന്നൊരു ക്ലാരിറ്റി കിട്ടും. സോ ഞാനൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാം. നമുക്ക് അതിന്റെ 1-2 എക്സാമ്പിൾസ് ഒന്ന് നോക്കാം. എന്റെ സ്ക്രീൻ ഷെയർ ആണോ? സ്ക്രീൻ ഷെയർഡ് ആണോ? ഹലോ, സ്ക്രീൻ ഷെയർഡ് ആണോ? നിങ്ങൾക്ക് കേൾക്കാമോ ഞാൻ പറയുന്നത്? ഹലോ, സ്ക്രീൻ കാണാം. ഓക്കെ. സോ നമ്മൾ ടെംപ്ലേറ്റ്സിൽ പ്രിഫർ ചെയ്യേണ്ടത് സ്ട്രക്ചർ ടെംപ്ലേറ്റ് ആണ്. നിങ്ങൾ റീബാർ മോഡലിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈവൻ ആർക്കിടെക്ചർ ഡ്രോയിങ് ചെയ്യുന്നത് പോലും സ്ട്രക്ചർ തന്നെ ചെയ്യണം. നമുക്ക് ഒരിക്കലും ആർക്കിടെക്ചർ ടെംപ്ലേറ്റിൽ ചെയ്തൊരു ഫയലിനെ സ്ട്രക്ചർ ടെംപ്ലേറ്റിൽ കൊണ്ടുവന്നിട്ട് അതേ എഫക്റ്റീവ്നെസ്സിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. കാര്യം അതിൽ ലെയേഴ്സും ഫാമിലി എലമെന്റ്സും ക്ലാഷ് ചെയ്യും. സോ ബെറ്റർ നിങ്ങൾ സ്ട്രക്ചർ ടെംപ്ലേറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടേതായ ഒരു ടെംപ്ലേറ്റ് കസ്റ്റമൈസ് ചെയ്ത് വെക്കാം. നിങ്ങൾ സ്ഥിരം യൂസ് ചെയ്യുന്ന ലെയേഴ്സും ലെവൽസ് ഒക്കെ വെച്ചിട്ട് ഒരെണ്ണം കസ്റ്റമൈസ് ചെയ്തും വെക്കാം. ഓക്കെ, സോ കസ്റ്റമൈസ് ചെയ്യാൻ വേറൊന്നുമില്ല, സേവ് ആസ് ടെംപ്ലേറ്റ് കൊടുത്ത് കഴിഞ്ഞാൽ ഈ നമ്മൾ ഫയൽ സേവ് ചെയ്യുന്ന സമയത്ത് തന്നെ സേവ് ആസിൽ ഫാമിലി അല്ലെങ്കിൽ ടെംപ്ലേറ്റ് ആയിട്ട് യൂസ് ചെയ്താൽ നമുക്ക് പിന്നെ റീയൂസ് ചെയ്യാം. ഫാമിലിക്ക് കുറെ വേറെ ഐഡിയാസ് വരുന്നുണ്ട്. ടെംപ്ലേറ്റ് ആണ് ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യുക. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അതിന് യൂസ് ചെയ്ത യൂണിറ്റ്സ്, ലെയേഴ്സ്, ലെവൽസ് ഒക്കെ ഓട്ടോമാറ്റിക് നമുക്ക് ഇതിലും യൂസ് ചെയ്യാൻ പറ്റും.
അതേസമയം ഫാമിലി ആയിട്ട് സേവ് ചെയ്യുമ്പോൾ ആ ഫുൾ ഒബ്ജക്റ്റ് ആണ് നമ്മൾ സേവ് ചെയ്യുന്നത്. ടെംപ്ലേറ്റ് ആയിട്ട് സേവ് ചെയ്യുമ്പോൾ അതിന്റെ നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്ന പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ സേവ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിനകത്ത് ഫസ്റ്റ് സ്റ്റെപ്പ് എപ്പോഴും യൂണിറ്റ് സെറ്റ് ചെയ്യുക, സേവ് ചെയ്യുക. ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയുണ്ട്. സോ ഞാൻ എല്ലാം മില്ലിമീറ്റർ ആണ് പ്രിഫർ ചെയ്യുന്നത്. കാരണം സ്ട്രക്ചർ ഡ്രോയിങ്സിന് നമ്മളെല്ലാവരും സ്റ്റാൻഡേർഡ് ആയിട്ട് ഫോളോ ചെയ്യുന്നത് മില്ലിമീറ്റേഴ്സ്. അത്രയും അക്യുറസി വേണം എന്നാണ് അതിന്റെ മെയിൻ ഐഡിയ. ഓക്കെ, പിന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളിൽ സ്കെയിൽ കറക്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് വ്യൂ സ്കെയില് 1:1 കീപ്പ് ചെയ്യുന്നതാണ് പ്രോപ്പർ സ്നാപ്പ് കിട്ടാൻ നല്ലത്. 1:1 പ്രോപ്പർ വ്യൂ കിട്ടുമെങ്കിൽ ഫൈൻ ആയിട്ട് കീപ്പ് ചെയ്യുക. അതിന്റെ ഗ്രെയിൻസ് ഫൈൻ ആക്കി വെച്ചാൽ റീബാർ കറക്റ്റ് ആയിട്ട് കാണാം. ഇതിന്റെ വ്യത്യാസം ഞാൻ നിങ്ങൾക്ക് ആദ്യം ഒന്ന് കാണിച്ചു തരാം, എന്നിട്ട് നമുക്ക് അതിലേക്ക് പോവാം. ഞാൻ കോഴ്സ് ആയിട്ട് തന്നെ വെക്കാം. പിന്നെ നമുക്ക് വരുന്നത് ഗ്രാഫിക്കൽ വ്യൂസിൽ അധികം ഹെവി ഫയൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് റിയലിസ്റ്റിക് ഇട്ട് വർക്ക് ചെയ്യാം. നിങ്ങളുടെ ലാപ്പിന് ഒരു i7 പ്രോസസർ, അത്യാവശ്യം ഇന്റേണൽ മെമ്മറി ഒരു 16 GB മെമ്മറി ഒക്കെ ഉണ്ടെങ്കിൽ റിയലിസ്റ്റിക് ഇട്ട് വർക്ക് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യില്ല. അതേസമയം പ്രോസസറിന്റെ കപ്പാസിറ്റി കുറവാണെങ്കിൽ റെൻഡറിങ് ടൈമിൽ മാത്രം റിയലിസ്റ്റിക് ഇട്ട് യൂസ് ചെയ്യാനായി ഞാൻ സജസ്റ്റ് ചെയ്യും. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഷെയ്ഡ് യൂസ് ചെയ്യാം. കമ്പാരിറ്റീവ്ലി ലോവർ സിസ്റ്റം റിക്വയർമെന്റ്സ് ഉള്ളൂ. നമുക്ക് ഒരുവിധം റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യൂ തന്നെ കിട്ടും. വയർ ഫ്രെയിം ഞാൻ പ്രിഫർ ചെയ്യില്ല. കാര്യം എന്ന് വെച്ചാൽ സീത്രൂ പോലെ ഇരിക്കും, കുറെ കാര്യങ്ങളിൽ നമുക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവും. സോ ഞാനിതില് റിയലിസ്റ്റിക് പ്രിഫർ ചെയ്യാണ്. ഇനി നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചാല് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവും. നമുക്ക് വ്യൂസിലെ സ്ട്രക്ചർ പ്ലാൻസ് ഉണ്ട്, അതുപോലെ പ്ലാൻസ് ഉണ്ടാവും. നിങ്ങൾ വോളും ആർക്കിടെക്ചർ ടാബിൽ എന്തെങ്കിലും വരയ്ക്കുവാണെങ്കിൽ അത് കാണണം എന്നുണ്ടെങ്കിൽ വ്യൂവിൽ പോയിട്ട് ഫ്ലോർ പ്ലാൻസ് ഓപ്പൺ ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ സ്ട്രക്ചർ എലമെന്റ്സ് ആണ്, അനലിറ്റിക്കൽ എലമെന്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിന് ഇവിടെ കണ്ടോ അനലിറ്റിക്കൽ മോഡൽ ഓപ്ഷൻ ഉണ്ട്. അതുപോലെ അതിനകത്ത് മാത്രം നിങ്ങൾക്ക് അത് കാണാൻ പറ്റുള്ളൂ. സോ ഞാൻ വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ ലെവൽ 1 സ്ട്രക്ചർ പ്ലാനിലാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. ഇതില് ആദ്യം ഇപ്പൊ ലെവൽ 1 വേണമെങ്കിൽ വെക്കാം, സ്ലാബ് ആണ്, വേണമെങ്കിൽ റൂഫ് സ്ലാബായിട്ട് കൺസിഡർ ചെയ്യാം, റാഫ് സ്ലാബായിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് യൂസ് ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ സ്ട്രക്ചർ ഇതിലേക്ക് പോവുക, ടാബിൽ പോവുക. ഫ്ലോർ ആണ്. ആദ്യം വേണമെങ്കിൽ ഒരു ഫ്ലോറിന്റെ ഫാമിലി ക്രിയേറ്റ് ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത് അതിന്റെ റീബാർ കവർ ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ്. സോ കവർ സെറ്റിംഗ്സിന്റെ അകത്ത്, അതായത് കവറിന് ഒരു ഓപ്ഷൻ ഉണ്ട് റീഇൻഫോഴ്സ്മെന്റ് ടാബിന്റെ അകത്ത്. അതിനകത്ത് വരാം കവർ സെറ്റിംഗ്സിന്റെ സൈഡിലൊരു ഐക്കൺ ഉണ്ട്. അത് സെലക്ട് ചെയ്താൽ നമുക്ക് കവർ ക്രിയേറ്റ് ചെയ്യാം. ഓൾറെഡി എക്സിസ്റ്റിംഗ് കുറെ ഉണ്ടാവും. ഇത് യൂസ് ചെയ്യോ അല്ലെങ്കിൽ റീനെയിം ചെയ്യോ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് പുതിയതൊരെണ്ണം ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ആഡ് ചെയ്യാം, ഞാൻ പുതിയതൊരെണ്ണം ആഡ് ചെയ്യാം. അപ്പൊ റീബാർ കവർ ഫോർ സ്ലാബ് ആണ്. അപ്പൊ ഇത് ഹൈഫൻ സ്ലാബ് ഇടാം. പേര് എളുപ്പം വായിച്ചെടുക്കാൻ നല്ലതെന്ന് അറിയോ, സ്ലാബ് എന്ന് ആദ്യം എഴുതിയിട്ട് ഹൈഫൻ റീബാർ കവറാ. നമ്മൾ ഇവിടെ വിൻഡോ ചെറുതാക്കി വെക്കുമ്പോൾ ഏറ്റവും ആദ്യം പെട്ടെന്ന് മനസ്സിലാവാൻ നല്ലത് സ്ലാബ് ഹൈഫൻ റീബാർ കവറാ. റീബാറിന്റെ കവർ നോർമലി 25 mm തൊട്ടാണ് നമ്മൾ സ്ലാബിന് കൊടുക്കുക. ഇതിൽ എക്സ്പോഷർ കണ്ടീഷൻസ് ഇത്തിരി എക്സ്ട്രീം വരുന്ന കേസസ് വേണമെങ്കിൽ റൂഫ് സ്ലാബ്, അതുപോലെ തന്നെ അങ്ങനത്തെ കേസിലൊക്കെ 30 യൂസ് ചെയ്യും. പിന്നെ നമ്മൾ ഹൈ എക്സ്പോഷർ റീജിയൻസ്, അതായത് ഫൗണ്ടേഷൻ വരുന്ന സ്ലാബ് ഒക്കെ ആണെങ്കിൽ ഒരു 50 ഒക്കെ കൊടുക്കാം. സോ സ്ലാബ് എന്ന് പറഞ്ഞ് ഞാനിപ്പോ ഓപ്റ്റ് ചെയ്യുന്നത് 25 കവർ ആണ്. ഇനി ഇത് തന്നെ നെക്സ്റ്റ് ഞാൻ ഒരെണ്ണം ആഡ് ചെയ്യാൻ പോകുന്ന വെച്ചാല് ഈ സ്ലാബിന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പോവാ. സ്ലാബിന് പകരം ഫുട്ടിങ് ആക്കാം. സോ ഫുട്ടിങ് ആണെങ്കിൽ അതിന്റെ കവർ എത്രയാണ്? ഫുട്ടിങ് ആണെങ്കിൽ എനിക്ക് അതിന്റെ കവർ 50 അല്ലെങ്കിൽ 40 ഓൺവേർഡ്സ് കൊടുക്കാം. 50 ആണ് റെക്കമെൻഡ്. ഓക്കെ, പിന്നെ വരുന്നത് സ്ലാബ് ഫുട്ടിങ് കഴിഞ്ഞ് നമ്മൾ റിട്ടേണിംഗ് വാളിനെ നോക്കുന്നുണ്ട്. റിട്ടേണിംഗ് വാളിനെ എർത്ത് ഫേസിൽ നമുക്ക് ഒരു കവർ കൊടുക്കണം, അല്ലാണ്ട് ബിൽഡിങ്ങിന്റെ ഫേസിൽ വേറൊരു കവറാണ് കൊടുക്കേണ്ടത്. സോ നമുക്ക് ഇതിന് 2 കവർ, റിട്ടേണിംഗ് വാള് എക്സ്റ്റീരിയറും അതുപോലെ ഇന്റീരിയർ. എക്സ്റ്റീരിയർ 50 തന്നെ കൊടുക്കുന്നു. ഇന്റീരിയർ ഞാൻ ഇതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പോകും, സ്ലാബിന്റെ തന്നെ എടുക്കാൻ പോകുന്നത്. റിട്ടേണിംഗ് വാൾ അതിന്റെ ഇന്റീരിയർ. ഓക്കെ, സോ ഇത്രയും നമുക്ക് ഇന്ന് ആദ്യം ഡിസ്കസ് ചെയ്യാം. പിന്നെ നമുക്ക് സമയം ഉണ്ടെങ്കിൽ പൈൽ ക്യാപ്പിന്റെ കൂടി നോക്കാം. പൈൽ ക്യാപ്പിന്റെ ഫുട്ടിങ്ങിന്റെ സെയിം കവർ കൊടുത്താൽ മതി. ഓക്കെ, സോ ഞാൻ തൽക്കാലം ഇത്രയും വെച്ചിട്ട് സേവ് ചെയ്യാണ്. ഓക്കെ, ഇതിനകത്ത് കവേഴ്സ് വന്നോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യുക.
എല്ലാം വന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിന്റെ ഒരു ഫാമിലി ക്രിയേറ്റ് ചെയ്യണം. എനിക്ക് സ്ട്രക്ചർ ഫ്ലോർ ആവേണ്ടേ, ഫ്ലോർ സ്ട്രക്ചർ സെലക്ട് ചെയ്യാം. അതിനകത്ത് എഡിറ്റ് ഫാമിലി എടുക്കാം. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ഫ്ലോർ സ്ലാബ് ആണ്, 200 തിക്ക് ആണ്. സോ ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ റീനെയിം ഞാൻ പ്രിഫർ ചെയ്യില്ല, ഡ്യൂപ്ലിക്കേറ്റ് ക്രിയേറ്റ് ചെയ്യാനാണ് പ്രിഫർ ചെയ്യുക. സോ സ്ലാബ് 150 mm തിക്ക്. ഓക്കെ, ഇവിടെ പേര് മാറ്റതുകൊണ്ട് കാര്യമില്ല, അതിന് ഡെപ്ത് നമ്മളോട് വേരി ചെയ്യും. ഇനി ഇവിടെ കാറ്റഗറിയിൽ മെറ്റീരിയൽ സെലക്ട് ചെയ്ത് കൊടുക്കണം. സോ മെറ്റീരിയൽ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പ്രോപ്പർട്ടീസ്, അതിന്റെ സ്ട്രെങ്ത് ഒക്കെ ഡിഫൈൻ ചെയ്താൽ അനലിറ്റിക്കൽ മോഡൽ അനാലിസിസ് സൈഡിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ആ മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യും. ഇതേ സെയിം കോൺസെപ്റ്റ് നമ്മൾ ഈ ടാബ്സിലേക്ക് ഈ ഫയൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുമ്പോഴും യൂസ് ചെയ്യാം. അതായത് റെവിറ്റിൽ നിന്ന് ഈ ടാബ്സിലേക്കും ഈ ടാബ്സിൽ നിന്ന് റെവിറ്റിലേക്കും നമുക്ക് കൊണ്ടുവരാം. സെയിം ഇയർ ആയിരിക്കണം എന്നേ ഉള്ളൂ. മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് പ്രോപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ ഡിഫൈൻഡ് ആയിരിക്കണം. ഇവിടെ നമുക്ക് ഫിസിക്കൽ പ്രോപ്പർട്ടീസും തെർമൽ പ്രോപ്പർട്ടീസും ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ. അത് വെച്ചിട്ട് ഈവൻ അനാലിസിസിന് നമുക്ക് ആ വാല്യൂസ് യൂസ് ചെയ്യാവുന്നതാണ്. യൂഷ്വലി ആർക്കിടെക്ചർ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. പക്ഷെ സ്ട്രക്ചർ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും മെറ്റീരിയൽ ഡിഫൈൻ ചെയ്ത് ചെയ്യുന്ന കുറച്ചുകൂടി നല്ലത്. സെക്ഷൻസ് എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് സെക്ഷൻ്റെ അകത്ത് ആക്സസ് കറക്റ്റ് വന്നോളൂ. ഓക്കെ കൊടുക്കുക, അപ്ലൈ. ഓക്കെ, ഇനി സ്ലാബ്, ഞാൻ സിമ്പിൾ ഒരു സ്ലാബ് വരച്ചിട്ട് അത് യൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ എന്റെ സ്ലാബ് ഇതിൻ്റെ അകത്ത് 17,000 mm അല്ലേ, സോ 17 meters ആണ്, അത്രയും പോണ്ട. ഒരു 4,000 സ്ലാബ് യൂസ് ചെയ്തതാണ്. ഓക്കെ, സോ 4,000 ഒരു സ്ലാബ് ഡിഫൈൻ ചെയ്തു. ഇതില് ഇനി ഇത് 2-way ലൈക് റെക്ടാങ്കുലർ സ്ലാബ് ആണെങ്കിൽ ഷോർട്ടർ എഡ്ജ് ആയിരിക്കും നമ്മളുടെ, ഷോർട്ടർ സ്പാൻ ആയിരിക്കും മെയിൻ ഡയറക്ഷൻ. സോ ഷോർട്ടർ സ്പാൻ മെയിൻ ഡയറക്ഷൻ ആക്കാൻ വേണ്ടി സ്പാൻ ഡയറക്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ വന്നിട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ സ്പാൻ ഡയറക്ഷൻ മാറും. നമ്മൾ ആദ്യം വരയ്ക്കുന്ന ലൈൻ ആയിരിക്കും മെയിൻ സ്പാൻ ആയിട്ട് അസൈൻ ആവുന്നത്. അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻ കൊടുത്തേക്കുന്നത്. ഇനി സ്ലോപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് സ്ലോപ്പ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. അതിനകത്ത് സ്ലോപ്പ് ആരോ വരച്ചിട്ട് എത്ര ആംഗിൾ വേണം എന്ന് സ്പെസിഫൈ ചെയ്ത് കൊടുത്ത് നമുക്ക് അതിന് സ്ലോപ്പ് ക്രിയേറ്റ് ആയി കിട്ടിക്കോളും. അപ്പോൾ അത് ബെൻഡ് സ്ലാബ് ആയിട്ടൊക്കെ നമുക്ക് എടുക്കാം. തൽക്കാലം ഞാൻ അത്രയും കോംപ്ലിക്കേഷനിലേക്ക് പോകുന്നില്ല, ജസ്റ്റ് ജനറൽ ഒരു കേസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇത് ചെയ്ത് കഴിഞ്ഞാൽ നേരെ തന്നെ ഇവിടെ ഇതാണ്, ഇത് സെലക്ട് ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഏരിയ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതാണ് ഏരിയ റീഇൻഫോഴ്സ്മെന്റ് എടുക്കുന്നത്. ഇനിയിപ്പോ അതല്ല, നിങ്ങൾക്ക് അതല്ലാണ്ട് ചെയ്യണം എന്നാണെങ്കിൽ സെലക്ട് ചെയ്തിട്ട് സ്ട്രക്ചർ പോയിട്ട് ഇവിടെയും ഏരിയ റീഇൻഫോഴ്സ്മെന്റ് ഓപ്ഷൻ ഉണ്ട്. ഇനി അതല്ല സെലക്ട് ആവാണ്ടാണെങ്കിൽ ഏരിയ റീഇൻഫോഴ്സ്മെന്റ് എടുത്തിട്ട് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറയവര്. ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്താലും മതി. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്ന കുറച്ചും കൂടി എളുപ്പം, വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഏരിയ എടുക്കുക, ഈ ഓക്കെ അത് ഇഗ്നോർ ചെയ്യുന്നത് നല്ലത്. ഇനി അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ റെക്ടാങ്കുലർ ടൂൾ എടുത്തിട്ട് ഇതിന്റെ ബൗണ്ടറി ഒന്ന് വരച്ചു കൊടുക്കണം. അതുപോലെ മേജർ ഡയറക്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. കാര്യം മെയിൻ ബാർ വരുന്നത് ആ ഡയറക്ഷനിലായിരിക്കും. സോ നേരത്തെ നമ്മൾ വെറുതെ വരച്ചു പോകുന്ന ആ കോൺസെപ്റ്റ് ഒന്ന് ഫുള്ള് മാറി സ്ട്രക്ചർ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നോക്കിയിട്ട് വേണം വരയ്ക്കാൻ. സോ മേജർ ഡയറക്ഷൻ ഞാൻ കൊടുത്തു. ഇനി ക്ലിക്ക് ചെയ്യുക, സേവ് ചെയ്യുക. സോ ഇതിനകത്ത് നമ്മളിപ്പോ ബാറായിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ പോലും പ്രോപ്പർ ആയിട്ട് വ്യൂ വരുന്നില്ല. ഇനി ഞാൻ ഇതൊന്ന് ഫൈൻ ആയിട്ട് കൊടുക്കാം, എന്നാലും എനിക്കത് പ്രോപ്പർ കാണിക്കുന്നില്ല. സോ നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിന് ഞാൻ തിരിച്ചു കൊണ്ടുവരുവാണ്, ഗ്രാൻഡറുള്ള കോഴ്സ് തന്നെ വെക്കുകയാണ്. ഇതിൻ്റെ അകത്ത് സെലക്ട് ചെയ്യുമ്പോൾ റിമൂവ് ഏരിയ സിസ്റ്റം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ചെയ്തില്ലെങ്കിൽ ബാർ ഓട്ടോമാറ്റിക് എന്താണോ വന്നേക്കുന്നത് അത് അങ്ങനെ യൂസ് ചെയ്യാൻ നമുക്ക് പറ്റത്തുള്ളൂ. കണ്ടോ, ഇപ്പൊ നിങ്ങൾ ലൈൻ ആയിട്ട് കാണുന്നുണ്ടോ, ഇത് ശരിക്കും റീബാറാ. ഇത് ഫൈൻ ആയിട്ട് മാറ്റുമ്പോൾ കോഴ്സ് എന്നുള്ള ഇതിൽ നിന്ന് ഫൈനിലേക്ക് മാറ്റുമ്പോൾ കമ്പിയായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റാം. ഇനി ഇത് വയർ ഫ്രെയിമിൽ നിന്ന് ഷെയ്ഡ് പോയാൽ ഒന്നും കാണത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് ഹിഡൻ വ്യൂ ആ, റിയലിസ്റ്റിക് ഒക്കെ. ഇനി കമ്പി കാണണം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇതേ വ്യൂവിൽ കമ്പി കാണാൻ ഒരു ഓപ്ഷൻ വെച്ചാല് കണ്ടോ, ഇതിനകത്ത് ഫിൽറ്ററിൽ പോയിട്ട് റീബാർ മാത്രം ഒന്ന് സെലക്ട് ചെയ്ത് വെക്കുക, ഓക്കെ കൊടുക്കുക. ഇവിടെ പ്രോപ്പർട്ടീസിനകത്ത് വ്യൂ വിസിബിലിറ്റിയുടെ അകത്ത് അൺഒബ്സ്ക്യൂർഡ് വ്യൂ സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കുക. സോ ഇനി നിങ്ങൾ റീബാർ കാണുന്നതിനകത്ത്. പക്ഷെ ഇതിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് റീബാർ
ആ ഫേസിൽ നിന്ന് പ്രൊജക്ട് ചെയ്തൊരു ഫീല് കിട്ടും. അത് നിങ്ങളൊന്ന് യൂസ്ഡ് ആവാനുള്ള ടൈം എടുക്കും. എന്നാലും നിങ്ങൾക്ക് ആ ഫീല് മാറി കിട്ടുള്ളൂ. കറക്റ്റ് ഫേസിൽ നിന്ന് പ്രൊജക്റ്റഡ് അല്ല എന്നൊരു ഫീല് കിട്ടണമെങ്കിൽ. ഇനി നിങ്ങൾക്ക് ഇതിന്റെ സൈസോ ഷേപ്പോ ഒന്നും മാറ്റാനില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് റെസ്ട്രിക്റ്റഡ് ആണ്. ഇതിന്റെ അകത്ത് ആ ബാറിന്റെ എഡിറ്റിംഗ് റെസ്ട്രിക്റ്റഡ് ആണ്. സോ അതിനാണ് നമ്മൾ ഇതിന്റെ റീബാർ ഹോസ്റ്റ് റിമൂവ് ചെയ്ത് അല്ലെ, ഒരു കൺസ്ട്രെയിൻ ഉണ്ട്. സെലക്ട് ആവുന്നില്ല. എഡിറ്റ് ഫാമിലി സെലക്ട് ഹോസ്റ്റ് എന്നല്ല. ഓക്കെ, റിമൂവ് ഏരിയ സിസ്റ്റം എന്നുള്ള ഈ ഒരു ഓപ്ഷൻ നിങ്ങളത് ക്ലിക്ക് ചെയ്ത് വരുമ്പോൾ കിട്ടും. അതിന്റെ കറക്റ്റ് പോയിന്റിൽ ക്ലിക്ക് ചെയ്യുക. ഈ ക്രോസിൽ ക്ലിക്ക് ചെയ്താൽ അത് ആക്റ്റീവ് ആവാം. ഇത് റിമൂവ് ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഈ ബാർ എഡിറ്റ് ചെയ്യാം. ഇത് 3D വരുവാണേ. 3D വന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ഇനി സാധാ ഒരു സ്ലാബ് ഇങ്ങനെ എയറിൽ നിൽക്കത്തില്ലല്ലോ. നമുക്ക് അതിന് ചുറ്റും ബീം വരും, കോളം വരും. തൽക്കാലം നമുക്ക് സെറ്റ് ബീംസ് വരയ്ക്കാം. അതുപോലെ തന്നെ കോളംസ് കൊടുക്കാം. ഇതിന് ഞാൻ പയ്യെ ഒന്ന് ലെവല് മാറ്റുവാണ്. സ്ലാബിനെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കും. ഇതിന് സ്ലാബ് നിങ്ങൾക്ക് ഇപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ സെലക്ട് ആവുന്നില്ലെങ്കിൽ, ബാറ സെലക്ട് ആവുന്നെങ്കിൽ സെലക്ട് ഹോസ്റ്റ് ഓപ്ഷൻ കൊടുത്താൽ മതി, ഓട്ടോമാറ്റിക് മാറിക്കോളും. ഇനി ലെവൽ ഇവിടുന്ന് മാറ്റി ലെവൽ 2ലേക്ക് ഇത് കൊണ്ടുപോവാണ്. ലെവൽ 2 കൊണ്ടുവന്നിട്ട് ബാർ പോകത്തില്ല, ബാർ ജസ്റ്റ് ലെവലിൽ മാറത്തേയുള്ളൂ. ഇത് വയർ ഫ്രെയിമിലിട്ട് നിങ്ങൾക്ക് കാണാം. ഇനി ഷെയ്ഡാക്കി വെക്കുവാണ്. ഇതിന് ചുറ്റും ബീം വരയ്ക്കാൻ പോവാം. സോ യൂണിവേഴ്സൽ ആണ് ബൈ ഡിഫോൾട്ട് കയറി വരാം, അതായത് സ്റ്റീൽ ബീംസ് ആണ് ബൈ ഡിഫോൾട്ട് കയറി വരാം. അത് മാറ്റിയിട്ട് ഏതെങ്കിലും ഒരു സാധാ ബീം ഇപ്പൊ വരച്ചു കൊടുക്കുവാണ്. ഇതിന്റെ ഫേസ് ഒന്ന് ഉള്ളിലേക്ക് ആക്കണം. ഇത് കഴിഞ്ഞ് പകുതി സെന്റർ ലൈൻ വെച്ചിട്ട് ഞാൻ വരയ്ക്കുമ്പോൾ നിങ്ങൾ എഡ്ജ് എടുത്തിട്ട് വരച്ചാലും മതി. അപ്പൊ അത് ഉള്ളിലേക്ക് കയറി കിട്ടിക്കോളും. പിന്നെ ഇങ്ങനെ കറക്റ്റ് ചെയ്യാൻ നിൽക്കണ്ട. ഓക്കെ, ഇനി 3D പോയില്ലൊന്ന് കാണിച്ചാൽ സ്ലാബ് ബീമിന്റെ അകത്ത് വരാം. അപ്പൊ നമുക്ക് സ്ലാബിലെ ബാറ് ബീമിലേക്ക് കണ്ടിന്യൂ ചെയ്യുന്ന കേസ് ഉണ്ട്. അതുപോലെ എഡ്ജ് നമ്മളിങ്ങനെ എപ്പോഴും വെറുതെ ആയിട്ട് ഇടത്തില്ല. പിന്നെ നിങ്ങൾക്ക് ഞാനൊരു സാമ്പിൾ ഡ്രോയിങ് കാണിച്ചേക്കാം. സാധാരണ സ്ലാബിന് PVC ചെയ്ത് വരുമ്പോൾ ബോട്ടം ബാർ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കൊടുക്കും. അതേസമയം ടോപ്പ് ബാർ സെന്ററിൽ ഡിസ്കണ്ടിന്യൂസ് ആയിരിക്കും. നമുക്ക് ടോപ്പ് ബാർ സെന്ററിൽ ആവശ്യം വരാറില്ല. ഇത് റൂഫ് സ്ലാബിന്റെ കേസിൽ ഞാൻ പറയുന്നത്. റാഫ് സ്ലാബിന്റെ കണ്ടീഷൻ ഡിഫറെന്റ് ആണ്. സോ ഇതിൽ തന്നെ റൂഫ് സ്ലാബിൽ തന്നെ ചെറിയ ഓപ്പണിംഗ് ഒക്കെ നടക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ബാർ കണ്ടിന്യൂ ചെയ്ത് കൊടുക്കും. ഇത് ബാർ ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ്. സോ നടുക്ക് ഇങ്ങനെ വേരിങ് ആയിട്ട് വരുവാണെങ്കിൽ നമുക്ക് ബാർ നടുക്ക് കട്ട് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യണം. അങ്ങനെ കസ്റ്റമൈസ് ചെയ്യാൻ ഈ ഓപ്ഷൻ കുറച്ച് ടഫാണ്. എന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ കമ്പാരിറ്റീവ്ലി ഈ ഓപ്ഷൻ തന്നെയാണ് നല്ലത്. ഓക്കെ, ഇനി ഇതിനകത്ത് എഡ്ജിൽ വരുമ്പോഴത്തേക്കും ടോപ്പ് ബാറിന്റെ ഷേപ്പ് നിങ്ങൾ കണ്ടോ? ഇവിടെ എഡ്ജിൽ വരുമ്പോൾ ലെഗ് ബെൻഡ് ചെയ്ത് കൊടുക്കും. അത് സിംപ്ലി സപ്പോർട്ട് എഡ്ജിലാണെങ്കിൽ നമ്മൾ മിനിമം ലെഗ് ലെങ്ത് കൊടുക്കണം. മിനിമം ലെഗ് ലെങ്ത് എത്രയാണെന്ന് അറിയുന്നതിന് IS 2502 ഒരു ടേബിൾ 2 ഉണ്ട്. അതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മിനിമം ലെഗ് ലെങ്ത് നിങ്ങൾക്ക് എത്ര കൊടുക്കേണ്ടതെന്ന് മനസ്സിലാവും. അപ്പോൾ 8 mm ഡായ അപ് ടു 10-12 mm ഡായ വരേക്ക് നമുക്ക് അത് മിനിമം കൊടുക്കേണ്ടത് 75 mm ആണ് ഗ്രേഡ് FE 415 ആൻഡ് എബോവ്ക്ക്. സോ ഞാനിപ്പോ യൂസ് ചെയ്യുന്നത് 500ന്റെ ബാറാണ് അസ്യൂം ചെയ്യുവാണെങ്കിൽ എനിക്ക് ഹയർ ഗ്രേഡ് ആയതുകൊണ്ട് വേണ്ടി വരുന്നത് 75 mm ലെഗ് ലെങ്ത് കൊടുക്കണം. ആ ഡിസ്കണ്ടിന്യൂസ് എഡ്ജിൽ 75 mm മിനിമം ലെഗ് ലെങ്ത് കൊടുക്കണം. ബോട്ടം ബാറിൽ നമ്മൾ ഈ ബെൻഡപ്പ് ലെങ്ത് കൊടുത്തില്ലെങ്കിലും പ്രശ്നമില്ല, കൊടുത്താലും കുഴപ്പമില്ല. സോ ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് അത് അസ്യൂം ചെയ്യാൻ ഇതിന് ഫുൾ കണ്ടിന്യൂസ് കൊടുക്കേണ്ടി വന്ന ഒരു സ്ലാബാണ്. അപ്പൊ ടോപ്പ് ആൻഡ് ബോട്ടം എനിക്ക് എഡ്ജിൽ ലെഗ് കൊടുക്കുവാണെങ്കിൽ ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ ഇത് എടുത്തിട്ട് എഡിറ്റ് സ്കെച്ച് ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് ഏതെങ്കിലും ഒരു
സെക്ഷൻ്റെ വ്യൂവിൽ പോവുക. അത് ഒന്നില്ലെങ്കിൽ ഈസ്റ്റോ നോർത്തോ അങ്ങനെ ഏതെങ്കിലും ഒരു സെക്ഷൻ വ്യൂവിൽ പോയിട്ട് ഇതിപ്പോ ഈ സെക്ഷനിൽ അത് കാണിക്കത്തില്ല. സോ നോർത്തിലോ നോക്കട്ടെ. കണ്ടോ ഈ ബാറിന് എൻഡിൽ നിങ്ങളായിട്ട് ലെഗ് വരച്ചു കൊടുക്കുക. സോ വരച്ചു കൊടുക്കുമ്പോൾ ഈ കാണുന്ന ഡോട്ടഡ് ലൈൻ നമ്മുടെ സ്ലാബിന്റെ കവറാണ്. ആ കവറിന് ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ വരച്ചു കൊടുക്കുക. നിങ്ങൾ വരച്ചതിന് ശേഷം കവർ മാറ്റിയാലും ഓട്ടോമാറ്റിക്കലി ഇത് മാറിപ്പോകും. ഞാനിവിടെ ഒന്നില്ലെങ്കിൽ ഇങ്ങനെ ലെഗ് എനിക്ക് വരച്ചു കൊടുക്കാം. അപ്പൊ 75 മതി. 75 പെർപെൻഡിക്കുലർ വിളിച്ചിട്ട് 75. ഇത് ഒരു ഓപ്ഷൻ. ഇനി അല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ ഉണ്ട്. അതെന്ന് വെച്ചാല് നിങ്ങള് ഇതിന്റെ ഇവിടെ കണ്ടോ സ്റ്റാർട്ട് എൻഡ് ഹുക്ക് ട്രീറ്റ്മെന്റ്, ഹുക്ക് എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ അതുപോലെ എൻഡ് ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. നിങ്ങൾക്ക് ത്രെഡ് ചെയ്ത് കൊടുക്കാം, അങ്ങനെയുള്ള ഓപ്ഷൻസും ഉണ്ട്. ത്രെഡ് വെൽഡ് ഒക്കെ കൊടുക്കാം, അങ്ങനത്തെ ഓപ്ഷൻസും ഉണ്ട്. സ്റ്റാർട്ട് ആൻഡ് എൻഡ് ഹുക്ക് നമ്മൾ കൊടുത്താൽ മതി. 90 ഡിഗ്രിയുടെ ഹുക്ക് കൊടുക്കുക. 180 എന്ന് പറയുമ്പോൾ ഫുൾ ബെൻഡ് ആയിട്ട് വരും. 90യുടെ ഹുക്ക് കൊടുത്താൽ കണ്ടോ ഓട്ടോമാറ്റിക് ഹുക്ക് വന്നോളും. ഇത് തന്നെ സ്റ്റാർട്ടിലും എൻഡിലും നിങ്ങൾ അപ്ലൈ ചെയ്യുക. അത് ഒരു ഓപ്ഷൻ. അത് നിങ്ങൾ ഇപ്പൊ ഞാൻ വരച്ചു കൊടുക്കാതെ ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ അതിന്റെ തുമ്പത്തോടായിരിക്കും പിന്നെ ഹുക്ക് വരാം. ഈ കേസിൽ ഇപ്പൊ എനിക്ക് ഒരു സൈഡിൽ മാത്രം ഹുക്ക് കൊടുത്താൽ മതി, മറ്റേ ഫേസിൽ കൊടുക്കണ്ട. ഇനി ഈ ഹുക്ക് കൊടുത്ത ലെങ്ത് എത്രയാണെന്ന് അറിയണം. ഇവിടെ ഇപ്പൊ ഇത്തിരി കൂടുതലുണ്ട്, സ്ലാബിൽ നിന്ന് അത് ചാടി ബീമിനകത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ കൊടുക്കാണ്ട് സ്ലാബിൽ തന്നെ ഉള്ള 75 mm കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഈ ഹുക്കിന്റെ താഴെ ഈ എഡിറ്റ് ഓപ്ഷൻ എടുക്കുക, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. H12 എനിക്ക് H12ന്റെ ബാർ ആണെങ്കിൽ ബാറ് സ്ലാബിന്റെ ഇതിനകത്ത് ഇത് കണ്ടോ, ഇതാണ് ബെൻ ലെങ്ത്തുകൾ അല്ലെങ്കിൽ ബെൻ ഡയമീറ്റേഴ്സ് എഴുതിയേക്കുന്നത്. അതിനകത്ത് എഡിറ്റ് എന്ന് വന്നിട്ട് ഹുക്കിന് ലെങ്ത് നമുക്ക് മാറ്റി 75 ആയിട്ട് കൊടുക്കാം. അതായത് സ്റ്റാൻഡേർഡ് 90 ഡിഗ്രി ഹുക്കിനാണ് നമ്മൾ ഈ 75 ആയിട്ട് മാറ്റി കൊടുക്കുന്നത്. 180ക്ക് വരുമ്പോൾ ഈ വാല്യൂ മാറും കേട്ടോ. ഇത് കൊടുക്കുക, ഓക്കെ കൊടുക്കുക, അപ്ലൈ കൊടുക്കുക. പുറത്ത് വരുമ്പോൾ ഇത് ഓട്ടോമാറ്റിക് കറക്റ്റ് ആയി. ഇതാണ് ഏറ്റവും സിംപ്ലസ്റ്റ് ഓപ്ഷൻ. പോയി വരച്ചു കൊടുക്കുന്നതിൽ എളുപ്പത്തിൽ എല്ലാ ബാറും അങ്ങ് സെലക്ട് ചെയ്യുക. എല്ലാ ബാറും സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരുമിച്ച് ഇവിടെ സ്റ്റാർട്ട് ആൻഡ് എൻഡ് ഹുക്ക് കൊടുക്കുക. അതിന് മുന്നേ ഈ ബാറിന്റെ ടൈപ്പ് മാറ്റണം. നമ്മൾ ഡിഫൈൻ ചെയ്തേക്കുന്ന H12 സ്ലാബിനാണ്. അപ്പൊ അതിൽ മാത്രമേ എൻഡ് ഹുക്ക് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത വാല്യൂ കയറി വരത്തുള്ളൂ. അങ്ങനെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക, എന്റെ അപ്ലൈ കൊടുക്കാം. സോ നമുക്ക് കാണാം കണ്ടോ എല്ലായിടത്തും ബെൻഡ് ചെയ്ത് ബെൻഡ് അപ്പ് ആൻഡ് ബെൻഡ് ഡൗൺ ആയി. ഇനി ഈ 75 ഹുക്ക് കൊടുക്കാവോ ഇല്ലയോ എന്ന് അറിയേണ്ടത് നിങ്ങൾക്ക്. മേളിലേക്ക് വരുന്ന ബാറ്, ഇപ്പൊ താഴത്തേക്കുള്ള ബാറ് ബീമിന്റെ അകത്തോട്ടാ കയറാം. സോ അതിന് എന്തായാലും കവർ മിനിമം കിട്ടിയാലും കുഴപ്പമില്ല. മേളിലേക്ക് പോയ ബാറിന് അത്യാവശ്യം കവർ കിട്ടണം. അപ്പൊ അല്ലെങ്കിൽ ആ ബാർ പുറത്തേക്ക് വരുമ്പോൾ റസ്റ്റിങ്ങിനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പൊ അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 150 തിക്നെസ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ടോപ്പ് ആൻഡ് ബോട്ടം കവർ 25 കുറയ്ക്കാം. അത് കഴിഞ്ഞാൽ ബാറിന്റെ ടോപ്പ് ബാറിന്റെ ഡയ കുറയ്ക്കണം. സോ 100 മൈനസ് ടോപ്പ് ബാറിന്റെ ഡയ 12, ബോട്ടം ബാറിന്റെ ഹാഫ് ഡയ 6. 82 വരെ നമുക്ക് അവിടെ ലെഗ് ലെങ്ത് കൊടുക്കാം. നമുക്ക് റിക്വയർമെന്റ് ആകെ 75 ഉള്ളൂ. സോ നമുക്ക് കവറിന്റെ പുറത്തേക്ക് ഈ ബാർ എക്സ്റ്റെൻഡ് ആവണം. ഓക്കെ, അത് നിങ്ങൾക്ക് കുറച്ചുകൂടെയൊക്കെ മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും സെക്ഷൻ എലവേഷൻസോ എടുത്തിട്ട് ഇതിൻ്റെ അകത്ത് ഫൈൻ വയർ ഫ്രെയിം എന്നിട്ട് നിങ്ങളത് മെഷർ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും എത്രയാണ് മാക്സിമം. ഈ ഒരു ലൈൻ വരേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും, കവറിന് പുറത്തേക്ക് പോകും. ഇനി ഇതിന്റെ കവർ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടോ, അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടോ ഇവിടെ പോയിട്ട് ചെക്ക് ചെയ്ത് മാറ്റാലും മതി. അല്ലെങ്കിൽ സ്ലാബ് മൊത്തമായിട്ട് എടുത്തിട്ട് നിങ്ങൾ സ്ട്രക്ചറിൻ്റെ അകത്ത് കവർ എടുത്തിട്ട് കവർ സെറ്റിംഗ്സിന്റെ അകത്ത് പോയി സ്ലാബ് കവർ സെലക്ട് ചെയ്ത് ഓക്കെ കൊടുത്ത് ഈ ഒരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്താലും മതി. എനിക്ക് ഇതിന്റെ ലോജിക്ക് അങ്ങ് കറക്റ്റ് കിട്ടുന്നില്ല. അപ്പൊ ഞാൻ ഇങ്ങനെയാ മാറ്റി കൊടുക്കാറ്. നിങ്ങൾക്ക് ആ ലോജിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്യണം. ഓക്കെ, അപ്ലൈ ചെയ്യാം. അപ്പൊ നമ്മള് ആ ബാറിൽ നേരത്തെ കൊടുത്ത കവറിനേക്കാളും കൂടുതൽ ഇപ്പൊ വന്നേക്കണോ. ബാർ സെലക്ട് ചെയ്യുമ്പോൾ കവർ കാണാം. നേരത്തെ കൊടുത്തതിലും കുറച്ചും കൂടി കയറി വന്നേക്കുന്നതാണ്. നേരത്തെ 15 ഉണ്ടാകുമ്പോൾ ഇപ്പൊ 25 കൊടുത്തിട്ടുണ്ട്. അത് ഓട്ടോമാറ്റിക് കറക്റ്റ് ആയിട്ട് ബാറിന്റെ സൈസ് അതിനൊപ്പം കറക്റ്റ് ആവും.
ഇത് എപ്പോഴാ സംഭവിക്കുന്നത്? ബാർ നമ്മൾ ഹോസ്റ്റ് സെലക്ട് ചെയ്ത് വെക്കുമ്പോൾ മാത്രമാണ് സംഭവിക്കുന്നത്. ഇനി ഇതിനൊരു എറർ ഉണ്ട്. അതെന്താന്ന് വെച്ചാൽ നിങ്ങൾ സൂം ഇൻ ചെയ്ത് നോക്കി കാണാം. ഒരു കമ്പി വേറൊരു കമ്പിയുടെ അകത്തേക്ക് കയറിയിരിക്കുന്ന പോലെ ഇത് ജനറേറ്റ് ആയി വന്നേക്കുന്നത്. കാര്യം ഒരു ബാർ നമുക്ക് ഇവിടെ ശരിക്കും 2 ലൈൻസ് ക്രോസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് റെവിറ്റിൽ അത് വരാം. അതേസമയം സൈറ്റിൽ വരുമ്പോൾ നമുക്ക് അങ്ങനെ പറ്റുമോ? ഇല്ല. ഒരു ബാർ ഒന്നിന്റെ അകത്ത് കടന്നു പോകത്തില്ല. അപ്പൊ ഇതിനെ ഇറക്കി വെക്കണം. ക്രോസ് ചെയ്യുന്ന ബാറിനെ ഒരു ഡയമീറ്റർ തിക്നെസ് താഴത്തേക്ക് ഇറക്കി വെക്കണം. അത് നമുക്ക് ചെയ്യാൻ നല്ലൊരു ഓപ്ഷൻ എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു സെക്ഷൻ എടുക്കുക. എന്നിട്ട് ഒരു ഡയറക്ഷനിലെ ബാർ, ഇപ്പൊ വേണമെങ്കിൽ ഈ പെർപെൻഡിക്കുലർ ബാർസ് മെയിൻ ഡയറക്ഷൻ, അതായത് നിങ്ങൾ ഏത് ബാറോ മേളിൽ വരണ്ടേന്ന് വെച്ചാൽ അത് മെയിൻ ബാറാണ് മേളിൽ വരേണ്ടത്. അത് നിങ്ങൾക്ക് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നല്ലൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ അകത്ത് ലെവലിൽ പോവുക, ലെവൽ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഷോർട്ടർ സ്പാനിലെ ബാർ നമുക്ക് മേളിൽ വരണം. ഷോർട്ടർ സ്പാനിന് പാരലായിട്ട് ഒരു സെക്ഷനിലായി വരയ്ക്കാം. സോ ഇത് മേളിൽ വരണം, മറ്റേ ബാർ താഴെ വരണം. ഇത് വരച്ചതിന് ശേഷം നിങ്ങൾക്ക് നേരെ ഈ വ്യൂവിലേക്ക് പോവുക. വ്യൂവിൽ പോയിട്ട് ഈ പെർപെൻഡിക്കുലർ വന്നേക്കുന്നത് ഡിസ്ട്രിബ്യൂഷൻ ബാറാണ്. അതിനെ നമുക്ക് താഴത്തേക്ക് ഒരു 12 മൂവ് ചെയ്യാം. ഇപ്പൊ 12 മൂവ് ചെയ്യണ്ടായിരുന്നു, കുറച്ച് മൂവ്. ഓക്കെ, സെയിം തന്നെ ഈ ബാറിനും ചെയ്യാം. ഇനി ഈ ബാറിന് അത്യാവശ്യം ലെഗ് ലെങ്ത് കിട്ടത്തില്ല, കവർന്ന് പുറത്തേക്ക് ചാടുന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം ഇതിന് സൈഡ് ബൈ സൈഡ് കൊടുക്കാം. കാരണം നമുക്ക് ഈ ലെയറിനെയും തമ്മിൽ ഇന്റർസെക്ട് ചെയ്യാണ്ട് വെക്കണം. അപ്പൊ അതിന് സൈഡ് ബൈ സൈഡ് മൂവ് ചെയ്യാം. ഇത് തന്നെ ഓപ്പോസിറ്റ് സെക്ഷനിൽ നമ്മൾ ചെയ്യണം. സോ ഇനി നമ്മൾ സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്ന ഒന്നൊന്നിന്റെ മേളിലായിട്ട് ഇരിക്കുന്നുണ്ടാവും. സോ ഷോർട്ടർ സ്പാൻ അല്ലെങ്കിൽ മേജർ ഡയറക്ഷൻ വരുന്ന ബാറുകൾ മേളിലും ഡിസ്ട്രിബ്യൂഷൻ ബാർ താഴെ എന്നതാണ് നമ്മളുടെ സ്റ്റാൻഡേർഡ്, സ്ട്രക്ചർ ഡിസൈനിന്റെ സ്റ്റാൻഡേർഡ്. ആ രീതിയിൽ ഇത് റീഅറേഞ്ച് ചെയ്തേക്കുക. ഇതിപ്പോ സ്ലാബിന്റെ പോർഷൻ മാത്രമാണ്. ഇനി ഇതിന് നമുക്കൊരു ഫൂട്ടിംഗ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇത് വലിയ ഫൂട്ടിംഗ് ഉണ്ടാവില്ല. ഇനി സപ്പോസ് നമുക്ക് ഇതൊരു ഫൂട്ടിങ്ങിന്റെ കേസ് ആണെങ്കിൽ എങ്ങനെ വരാൻ നോക്കാം. ഇതേ മെത്തേഡ് തന്നെ ഇതിലെ ടോപ്പ് ബാറുകൾ അങ്ങ് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളയാം. ഫൂട്ടിങ്ങിന്റെ ബാർ ആയില്ലേ. ഇനി ഫുട്ടിംഗ് അല്ല, ഇതൊരു വോൾ ആണെങ്കിൽ എന്താ ചെയ്യണ്ടേ? നമുക്കതൊരു പ്ലാനിൽ പോയിട്ട് വരയ്ക്കാം. ഇതിനകത്ത് സ്ട്രക്ചർ വോൾ എടുക്കുക. വോള് ഞാനൊരു എൽ ഷേപ്പ് വരയ്ക്കാം. അല്ലെങ്കിൽ ഒരു ലെങ്ത് മാത്രം മതി. നമുക്ക് 3D പോവുക. ഈ ഒരു വോള് ലെവൽ 1ൽ നിന്ന് ലെവൽ 2 വരെയും കണക്റ്റഡ് ആണ്. ഈ റെസിസ്റ്റൻസ് 0 അപ്ലൈ. സോ ഇതാണ് വോൾ വരുന്നതെന്നിരിക്കാം. ഈ വോളിന് നമുക്ക് റീബാർ കൊടുക്കണമെങ്കിൽ സെയിം തന്നെ ഏരിയ റീഇൻഫോഴ്സ്മെന്റ് എടുക്കുക. ഇതിന്റെ ഫ്രണ്ട് വ്യൂ, ഇതിൽ റെക്ടാംഗിൾ ഓപ്ഷൻ എടുത്തിട്ട് ഒരു കോർണർ എടുക്കുക. മറ്റേ കോർണർ വരെ പിടിക്കുക. മെയിൻ ബാർ ഏതായിരിക്കും? വെർട്ടിക്കൽ ബാർ ആയിരിക്കും മെയിൻ ബാർ. സോ മെയിൻ ബാർ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. സെറ്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ ഏരിയ റീഇൻഫോഴ്സ്മെന്റ് റിമൂവ് ചെയ്യുക. വേറൊരിടത്തും ക്ലിക്ക് ചെയ്യാണ്ട് തന്നെ അപ്പൊ തന്നെ ഏരിയ റീഇൻഫോഴ്സ്മെന്റ് റിമൂവ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ബാറിന്റെ ഇത് കറക്റ്റ് ചെയ്യാം. ഇനി ഇതിന്റെ ഫൂട്ടിങ് ലെഗ്, വെർട്ടിക്കൽ വാൾ വരുമ്പോഴത്തേക്കും ലെഗ് കൊടുക്കുന്നതും ഇതുപോലെ താഴെ ഒരു സ്ലാബ് ചെയ്താൽ മതിയാവും. അല്ലെങ്കിൽ ഇതിന്റെ പ്രൊഫൈല്, വാളിന്റെ പ്രൊഫൈൽ നിങ്ങൾ എഡിറ്റ് ചെയ്യുക. ഇതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പുതിയ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ട് എക്സ്ട്രോഡ് ചെയ്യാം. അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. ഇനി ഈ വാള് സ്ട്രെയിറ്റ് അല്ല, ഇതിന്റെ ഷേപ്പ് വ്യത്യാസം ഉണ്ടെങ്കിൽ, ഇത്തിരി ചരിഞ്ഞൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് റൊട്ടേറ്റ് ചെയ്യണമെങ്കിലൊക്കെ നിങ്ങൾക്ക് പ്രൊഫൈൽ എഡിറ്റ് ചെയ്ത് ചെയ്യാം. സോ നമ്മള് സ്ലാബ് നോക്കി, ഫൂട്ടിങ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും ബാർ വരുന്നതെന്ന് നോക്കി. ഇനി വരുന്നത് റിട്ടേണിംഗ് വാൾ നോക്കി. ഇനി പൈൽ ക്യാപ്പിന്റെ കേസാണ്. ഈ സ്ലാബ് തന്നെ ഒന്ന് കനം കൂട്ടി സൈസ് കറക്റ്റ് ചെയ്താൽ അത് പൈൽ ക്യാപ്പായി. വ്യത്യാസമുള്ളൂ. ഇതിനകത്ത് ഞാൻ അൺഡു ചെയ്യുവാണ്. ഓക്കെ, ഇതിന്റെ അകത്ത് ഇനി ഞാൻ പോയിട്ട് സ്ലാബിന്റെ പ്രൊഫൈൽ ഇട്ട് ചെയ്യാം. ബൗണ്ടറി ഒന്നും വലുപ്പം ഉണ്ടാവില്ല, 5 മീറ്റർ ഒന്നും ഉണ്ടാവില്ല, ഒരു
2.5 meters ഒക്കെ ഉണ്ടാവും. സോ അത് ഇനി അതിന്റെ വിട്ട് നമുക്കൊരു മാക്സിമം 700 വരെയൊക്കെ വരുത്തും വിട്ട്. ഓക്കെ, ഇതിലും നിങ്ങൾ 3D പോയി നോക്കും. ഓക്കെ, ഇത് തിക്നെസ് ഒന്ന് എഡിറ്റ് ചെയ്യാനുണ്ട്. ഇത് റീനെയിം ചെയ്യാൻ പോവാൻ ഞാൻ. ഫയൽ ക്യാപ് 600 തിക്ക്. എഡിറ്റിൽ പോയിട്ട് മെറ്റീരിയൽ മാറ്റണ്ട, ഡെപ്ത് മാറ്റുക. ഇവിടെ നിങ്ങൾക്ക് ഇനി ഹുക്ക് ലെങ്ത് മാറ്റിയാൽ മതിയാവും. അല്ലെങ്കിൽ ഇത് മാറ്റിയിട്ട് നമുക്ക് വേണമെങ്കിൽ ടൈസ് ഇടാം. അതിന് നമുക്ക് റീബാറിന്റെ ഷേപ്പ് മാറ്റിയാൽ മതി. ഇതുണ്ടോ, ഇവിടെ വന്നിട്ട് റീബാർ ഷേപ്പ് നോക്കാം. റീബാർ ഷേപ്സില് സ്റ്റിറപ്പിന്റെ ഷേപ്പ് എടുക്കുക. ഇതിലൊരു ചെറിയൊരു പ്രശ്നമുള്ളത് നമ്മൾ ഹുക്ക് കൊടുത്തേക്കുന്നതാണ്. ഹുക്ക് നമ്മൾ ഒന്ന് കറക്റ്റ് ചെയ്യാനുണ്ട്. ഇത് 180 വെച്ച് കൊടുക്കുക. ഇതും 180. ഹുക്ക് കറക്റ്റ് ആയി. ഇനി ഇതിനെ നമുക്ക് താഴത്തേക്ക് മൂവ് ചെയ്ത് വെക്കാം. സെക്ഷൻ എടുത്ത് താഴത്തേക്ക് മൂവ് ചെയ്താൽ മതി. സെക്ഷൻ ഇതിന്റെ സെക്ഷൻ ഡ്രോയിങ്ങിനകത്ത് സെക്ഷൻ ചിലപ്പോ ഞാൻ പ്ലേസ് ചെയ്ത ലെവല് മാറിട്ടോ. സെക്ഷൻ എടുത്ത് ഇവിടെ വയ്ക്കാം. സെക്ഷനിൽ പോയിട്ട് ഈ സിറപ്പ് എടുത്ത് പിക് ന്യൂ ഹോസ്റ്റ് കൊടുത്ത് ഇതിനകത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിന്റെ ഡയറക്ഷൻ സൈസ് ഒന്ന് കറക്റ്റ് ചെയ്യുക. കണ്ടോ, ഇത് സ്നാപ്പ് പോലെ ആക്ട് ചെയ്യും. നിങ്ങൾക്ക് ആ സ്നാപ്പ്, അതായത് നിങ്ങൾ കൊടുത്തേക്കുന്ന കവർ ഒരു സ്നാപ്പ് ആയിട്ട് ആക്ട് ചെയ്യും. അത് വെച്ച് നിങ്ങൾക്ക് അത് കറക്റ്റ് ചെയ്യാം. ഇനി ഇവിടെ കവർ മാറ്റിയിട്ട് ഫുട്ടിങ്ങിന്റെ കണ്ടോ, ഓട്ടോമാറ്റിക് സ്റ്റിറപ്പിന്റെ സൈസ് മാറി. ഇനി ബാറുകൾ താഴത്തേക്ക് ഇറക്കി വെക്കുക. അതിന്റെ സ്പേസിങ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. 300 സ്പേസിങ് വേണമെങ്കിൽ 300 സ്പേസിങ് കൊടുക്കുക. അതുപോലെ തന്നെ ഇത് നമുക്ക് മിറർ ചെയ്താൽ മതി. ഇത് കളയാം. ഇതിന് ഞാൻ ഡയമീറ്റർ ഒന്ന് മാറ്റുക. ഇതിന്റെ ഡയ ഒരു 16 ഡയ കൊടുക്കുക. ഇനി ഇതിനെ മിറർ ചെയ്ത് താഴത്തേക്ക് കൊണ്ടുവന്നാൽ മതി. എനിക്ക് താഴെയുള്ള ബാറുകളാവും. ഇതിന്റെ ലെഗ് ലെങ്ത് LD കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് കൊടുക്കാം. അതിന് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന്റെ 3D എടുത്തിട്ട് ഒരു ബാർ സെലക്ട് ചെയ്ത് എഡിറ്റ് സ്കെച്ച് ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് കറക്റ്റ് എലവേഷൻ ഓപ്പൺ ചെയ്യുക. കണ്ടോ, എന്നിട്ട് ഇതിന്റെ എഡ്ജ് ഹുക്ക് എന്നുള്ള ഓപ്ഷൻ മാറ്റാം. അല്ലെങ്കിൽ ഹുക്ക് ലെങ്തിൽ കറക്റ്റ് ചെയ്താലും മതി. ഏറ്റവും ഈസിയസ്റ്റ് മെത്തേഡ് ഹുക്ക് ലെങ്തിൽ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഹുക്ക് ലെങ്തിൽ നിങ്ങൾ പോയിട്ട് ആ വാല്യൂ എത്രയാണോ LD കൊടുക്കേണ്ട, അല്ലെങ്കിൽ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്ത് ഡയറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് വെച്ച് ഹുക്ക് ലെങ്ത് കറക്റ്റായി വന്നോളൂ. സോ ഇത്രയും സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ എല്ലാ സ്ട്രക്ചറൽ എലമെന്റ്സും ചെയ്യാൻ പറ്റും. ബേസിക് ആയിട്ട് നമുക്ക് ആകെ യൂസ് ചെയ്യേണ്ട സ്ലാബിന്റെ ടൈപ്പാണ്. അതിനെ മാറ്റി 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 ഇത്രയും വെറൈറ്റീസ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നാണ് ഞാൻ പറയുക. ചെയ്ത് പ്രാക്ടീസ് ചെയ്താലേ ഇതൊക്കെ മനസ്സിലാവുള്ളൂ. ഇങ്ങനെ മോഡൽ ചെയ്താൽ നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാനും കാര്യങ്ങൾ സൈറ്റിൽ ഇംപ്ലിമെന്റ് ചെയ്യാനും കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. ഇപ്പൊ ആദ്യമായിട്ട് സൈറ്റിലേക്ക് പോകുന്ന ഒരാൾക്ക് വലിയ പ്രൊജക്ട്സ് ഒക്കെ കുറച്ച് പാടായിരിക്കും. അതിലൊരു അത്യാവശ്യം എക്സ്പീരിയൻസ് ആവുന്നവരേക്ക് നിങ്ങൾ വെയിറ്റ് ചെയ്യണ്ട. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം എക്സ്പീരിയൻസ് സ്വയമേ ഗെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, കുറെയൊക്കെ സ്ട്രക്ചറൽ ബേസിക് നോളേജ് വേണം, എന്നാലേ റീബാർ മോഡലിംഗ് ചെയ്യാൻ പറ്റുള്ളൂ. സെയിം നമ്മൾ BVSന് വേണ്ട ബേസിക് നോളേജ് തന്നെയാണ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഇതിലെ ഡൗട്ട്സ് ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കത്തില്ല. കാരണം ഇത്തിരി കോൺസെപ്റ്റ് ഇരുന്ന് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്താലും നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ പറയാം. ഇതിന്റെ ഒരു ഡൗട്ട് ക്ലിയറൻസ് സെഷൻ വെച്ച് തരുന്നതിൽ ബുദ്ധിമുട്ടില്ല. ഓക്കെ, ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാവുന്നതാണ്. Okay, now. Thank you all. Good night.